പ്രിയമുള്ളവരെ, വചനജ്വാല 1566 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 14 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നമ്മൾ ക്രിസ്മസ് ഒരുക്കം 14-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അന്ന് കർത്താവ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഗഡ്ഗം കൊണ്ട് ലെവിയാതനെ പുളഞ്ഞുപായുന്ന ലെവിയാതനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടുവിൻ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിനെ രാപ്പകൽ കാവൽ നിൽക്കുന്നു. എനിക്ക് ക്രോധമില്ല. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും. അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ. എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ. ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും. ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. ഇസ്രായേലിന്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തിന്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ? അവിടുന്ന് അവരെ പ്രവാസത്തിൽ അയച്ചു, ശിക്ഷിച്ചു. കിഴക്കൻ കാറ്റിന്റെ നാളിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു. അങ്ങനെ യാക്കോബിന്റെ പാപം പരിഹരിക്കപ്പെടും. അവന്റെ പാപമോചനത്തിന്റെ പൂർണ്ണ ഫലം ഇതാണ്. ചുണ്ണാമ്പ് കല്ലുപോലെ അവൻ ബലിപീഠത്തിന്റെ കല്ലുകൾ പൊടിച്ചു കളയുകയും അക്ഷേരാ പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും. ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു. ജനനിബിഡമായ നഗരം മരുഭൂമി പോലെ വിജനവും ശൂന്യവുമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു. മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു. സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു. വിവേകം കെട്ട ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല. അവർക്ക് രൂപം നൽകിയവനെ അവരിൽ പ്രസാദമില്ല. അന്ന് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് തോട് വരെ കർത്താവ് കറ്റമെതിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും. അന്ന് ഒരു വലിയ കാഹളധ്വനി ഉയരും. അസീറിയയിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്തിലേക്ക് ഓടിപ്പിക്കപ്പെട്ടവരും വന്ന് ജെറൂസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1542 ആവിലായിലെ ഫോണീബേർ എന്ന സ്ഥലത്താണ് ജനനം.
പിതാവ് ഒരു അനാഥയെ വിവാഹം കഴിച്ചത് മൂലം കുടുംബ സ്വത്തിൽ നിന്ന് ഓഹരി ഒന്നും ലഭിച്ചില്ല. 3 കുട്ടികൾ ജനിച്ചു. ശേഷം പിതാവ് മരിച്ചു. ഒരാശുപത്രിയിൽ ജോണിനെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ലഭിച്ചു. അതേസമയം ഈശോ സഭ കോളേജിൽ പഠനവും നടത്തിയിരുന്നു. 21-ാം വയസ്സിൽ ദൈവമാതാവിനോടുള്ള ഭക്തിയാൽ കർമ്മലീത്ത ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ചേർന്നു. രോമച്ചട്ടയും ഉപവാസവും അടക്കം കഠിന പ്രായശ്ചിത്ത പ്രവർത്തികളായിരുന്നു. അൽമായ സഹോദരനായിട്ടാണ് ആഗ്രഹിച്ചതെങ്കിലും പഠന സാമർഥ്യവും പുണ്യവും 25-ാം വയസ്സിൽ പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കഠിന നിയമങ്ങളുള്ള കാർത്തൂസിയൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചെങ്കിലും ത്രേസ്യ പുണ്യവതിയുടെ നിർബന്ധം മൂലം നിഷ്പാതുക കർമ്മലീത്ത സഭയുടെ ആദ്യ പ്രയോറായി. അവിടത്തെ നവീകരണങ്ങൾ അദ്ദേഹത്തെ പാഷണ്ഡി ആയി ചിത്രീകരിച്ച് 9 മാസം കാരാഗ്രഹവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. റൊട്ടിയും ചാളയും വെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം. അങ്ങനെ കുരിശിന്റെ യോഹന്നാൻ എന്ന നാമം അന്വർത്ഥമാക്കി. ഒരുപാട് സഹനങ്ങൾ ഏറ്റുവാങ്ങി എല്ലാം ക്രിസ്തുവിനെ പ്രതി സഹിച്ചു. കർമ്മല മലകൾ കയറ്റം, ആധ്യാത്മിക കീർത്തനം, ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്നീ 3 ഗ്രന്ഥങ്ങളും ദൈവവും ആത്മാവിലും തമ്മിലുള്ള ഐക്യത്തെ പ്രതിപാദിക്കുന്നു. 49-ാം വയസ്സിൽ പ്രസ്തുത ഐക്യം സ്ഥിരമായി പ്രാപിച്ചു. യോഹന്നാൻ കുരിശിന്റെ യോഹന്നാനായി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.